സാൽമൺ എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് പറയാം. ആദ്യം നമ്മൾ സാൽമൺ കുരുമുളക് ഉപ്പും ഇട്ട് മാഗ്നേറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്ക് കുറച്ച് വെളുത്തുള്ളി, ചെറുള്ളി, തക്കാളി ഇത്രയൊക്കെ കുനുകുനാ അരിഞ്ഞ് വെക്കുക. പിന്നെ ഒരു പാൻ എടുക്കുക. അതിലേക്ക് പാൻ ചൂടായതിന് ശേഷം നമ്മൾ ഒലിവ് ഓയിലാണ് ഒഴിക്കാൻ പോകുന്നത്. ഒലിവ് ഓയിൽ നാട്ടിൽ അവൈലബിൾ ആണ്. അപ്പം നമ്മൾ ഒലിവ് ഓയിൽ ഒഴിക്കുന്നു. ഒരു 1 to 2 ടീസ്പൂൺ മതിയാവും. അതിലേക്ക് കുറച്ച് ബട്ടർ വീട്ടിലുണ്ടാവും. ഇപ്പം എല്ലാ വീട്ടിലും അവൈലബിൾ ആണ് ബട്ടർ. നമ്മൾ ബ്രെഡൊക്കെ ടോസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ കൂടുതലും ബട്ടറല്ലേ യൂസ് ചെയ്യണം. സോ ബട്ടർ എന്തായാലും അവൈലബിൾ ആണ്. സോ കുറച്ച് ബട്ടർ എടുക്കുക. ഒരു 2 ചെറിയ പീസ് അതും ഒലിവ് ഓയിലും കൂടി ഒന്ന് ചെറുതായിട്ട് മെൽറ്റ് ചെയ്യാൻ വെക്കുക. തേനൊന്നുമില്ല. അതൊന്ന് നന്നായിട്ട് മെൽറ്റ് ചെയ്ത് വന്നതിന് ശേഷം നമ്മൾ സാൽമൺ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സാൽമൺ നമ്മൾ അതിലേക്ക് ഇടുക. ഓവർ കുക്കൊന്നും വേണ്ട, ചെറിയ രീതിയിൽ കുക്ക് ചെയ്താൽ മതി. സാൽമൺ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരു 5 to 10 മിനിറ്റ്സ് 10 മിനിറ്റ്സിൻ്റെ ആവശ്യം പോലും ഇല്ല. അപ്പം നമ്മൾ സാൽമൺ ഇട്ടു. എന്നിട്ട് നമുക്ക് ഒരു 5 to 10 മിനിറ്റ്സിന് ശേഷം നമുക്കത് അതിൻ്റെ കളർ ചേഞ്ച് ആവും. നമുക്ക് അപ്പം തന്നെ അറിയാൻ പറ്റും. ലൈറ്റിഷ് ഓറഞ്ച് കളറാവും. ആ സമയത്ത് നമുക്കൊന്ന് തിരിച്ചിടാം. അങ്ങനെ 2 പീസും തിരിച്ചിടുന്നു. ചെറിയ ഫ്ലോപ്പപ്പ് പറ്റും. ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവില്ല എന്ന് പറഞ്ഞ പോലെ അത് രണ്ടും നമ്മൾ തിരിച്ചിട്ടിരിക്കുകയാണ് ഗൈസ്. അപ്പം രണ്ടും ഏകദേശം സെറ്റാവുന്നു. അപ്പോൾ നമ്മളത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചു. ഇനിയാണ് നമ്മൾ സോസ് ഉണ്ടാക്കാൻ പോകുന്നത്. സോസ് ഉണ്ടാക്കാനും കുറച്ച് സാധനങ്ങൾ മതി. നമ്മൾ ആ സെയിം എണ്ണയിലേക്ക്, അതായത് ആ ഒലിവ് ഓയിലും ബട്ടറുമായിട്ട് മിക്സ് ചെയ്ത ആ എണ്ണയിലേക്ക് നമ്മൾ കുറച്ച് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗാർലിക് ഒഴിക്കുക. സോ ഗാർലിക് ഒന്ന് ചെറുതായിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം.